Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ടെർമിനേഷൻ ആയി കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അറിയാം നമ്മുടെ ചാനൽ ചില സമയങ്ങളിൽ യൂട്യൂബിൻ്റെ തെറ്റിദ്ധാരണ മൂലം നമ്മുടെ ചാനൽ ടെർമിനേഷൻ ആവാറുണ്ട്. അതല്ല യൂട്യൂബിൻ്റെ പോളിസിക്ക് നിരക്കാത്ത രീതിയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീഡിയോസ് ചെയ്താലും നമ്മുടെ ചാനൽ ടെർമിനേഷൻ ആവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ യൂട്യൂബ് ടെർമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇമെയിൽ ത്രൂ അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അപ്പീൽ എത്ര ചെയ്താലും ചിലപ്പോൾ തിരിച്ചു കിട്ടുന്നില്ലെങ്കിൽ അത് നമ്മുടെ പക്ഷത്തിൽ നിന്ന് എന്തെങ്കിലും കാര്യമായി തെറ്റുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതല്ല നമ്മുടെ പക്ഷത്തിൽ നിന്ന് യാതൊരു തെറ്റുമില്ല, ടെർമിനേഷനായിട്ട് പോവേണ്ട ഒരു രീതിയിലുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്വീറ്റ് ചെയ്യാവുന്നതാണ്. ട്വിറ്ററിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് റിക്കവർ ചെയ്ത് തരുന്നതായിരിക്കും. അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളോട് ചോദിക്കും. അത് ഈ ഒരു ഹാക്കർമാർ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ ചാനൽ തിരിച്ചു കിട്ടാൻ വേണ്ടി, റിക്കവറി ചെയ്ത് എടുക്കാൻ വേണ്ടി നിങ്ങൾ യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ അവരും ഇതേ ക്വസ്റ്റ്യനാണ് ചോദിക്കുക. അപ്പോൾ രണ്ടുപേർക്കും, ചാനൽ ടെർമിനേഷൻ ആയിട്ട് പോകുന്നവർക്കും അതുപോലെ തന്നെ ഹാക്ക് ചെയ്യപ്പെട്ട് അവരുടെ ചാനൽ പോയവർക്കും എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. സ്കിപ്പ് ചെയ്ത് കാണുക. ഇതിൽ പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ കാലത്ത് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ തട്ടിയെടുക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഹാക്കർമാർ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഹാക്കർമാരുടെ പിടിയിൽ ഒരു കാരണവശാലും പെടരുത്. അപ്പോൾ വളരെ മെയിനായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് സ്പോൺസർഷിപ്പായിട്ട് വരും ഒരുപാട് കാര്യങ്ങൾ. സ്പോൺസർഷിപ്പ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിൽ വരും. ആ ഒരു ഇമെയിൽ ഐ ഡിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് അവർ ഒരുപാട് ഡോളർ വാഗ്ദാനം ചെയ്യും. $1000 തരാം എന്നൊക്കെ നല്ല വാഗ്ദാനങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ ആ കമ്പനീൻ്റെ പ്രൊഫൈലിലൊക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും വിചാരിക്കും ഇത് ഒറിജിനൽ കമ്പനിന്ന് നമുക്ക് ഒന്നും ചിന്തിക്കാനില്ല, $1000 പോക്കറ്റിലിടാം, ഇവർ പറയുന്ന കാര്യം നമ്മൾക്ക് എഗ്രി കൊടുക്കാം എന്നുള്ള രീതിക്ക് അവർ തരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക വഴി ആ ഒരു സിസ്റ്റത്തിലായിരിക്കും നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, നിങ്ങളുടെ ചാനൽ ഇമെയിൽ ഐ ഡിയും ആഡ്സൻസ് ഇമെയിൽ ഐ ഡിയും എല്ലാം നിങ്ങളുടെ ആ ഒരു സിസ്റ്റത്തിലായിരിക്കും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ പെർമിഷൻ ചോദിക്കും. നിങ്ങളെല്ലാം ഒന്നും വായിച്ച് നോക്കും, ഒന്നും ചെയ്യില്ല. ടിക്ക് മാർക്ക് കൊടുത്ത് നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്, എങ്ങനെയാണ് ഞങ്ങൾ വീഡിയോ ഇടേണ്ടത്, എന്താണ് ഇവരുടെ പ്രൊസീജിയർ, ഇതെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, അക്സെപ്റ്റ് കൊടുത്തുകൊണ്ടേയിരിക്കും. ഇത്തരത്തിൽ അക്സെപ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഡിവൈസ് ഓപ്പൺ ചെയ്യാൻ, അതായത് ആക്സസ് ചെയ്യാനുള്ള പെർമിഷനും കൂടി നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ മണിക്കൂറിനകം നിങ്ങൾക്കൊരു മെയിൽ വരികയാണ്. നിങ്ങളുടെ ചാനലിൻ്റെ പാസ്വേഡ് മാറി, ഇമെയിലിൻ്റെ ഐ ഡി മാറി, എല്ലാം നിങ്ങളുടെ ചേഞ്ചായി എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് മെയിൽ വരുന്നതായിരിക്കും. ഇത്തരത്തിൽ മെയിൽ വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് നിങ്ങൾക്ക് അബദ്ധം മനസ്സിലാകുക. ഇത്തരത്തിൽ $1000 ലഭിക്കും എന്നുള്ള ആഗ്രഹത്താൽ നിങ്ങൾ കൊടുത്തത് നിങ്ങളുടെ ഡിവൈസ് ആക്സസ് ചെയ്യാനുള്ള ആ ഒരു പെർമിഷനാണ് കൊടുത്തത്. അത് മനസ്സിലാവാതെ ഒരുപാട് വലിയ യൂട്യൂബേഴ്സ് അടക്കം ഈ ചതിക്കുഴിയിൽ വീണിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിൽ ഒരുപാട് ലിങ്ക് തന്ന് നിങ്ങൾക്ക് $1000 തരാം, ഇത്ര ഡോളർ തരാം, ഒരുപാട് വാഗ്ദാനങ്ങൾ തരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ചാനൽ ഇമെയിൽ ഐ ഡി അടങ്ങിയ മൊബൈലിൽ നിന്ന് ഒരു കാരണവശാലും ആക്സസ് ചെയ്യരുത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ, ചാനലൊന്നും ഇല്ലാത്ത ഒരു മൊബൈൽ, ഇപ്പോൾ അച്ഛൻ്റെ അമ്മൻ്റെയോ ഒക്കെ മൊബൈൽ ഉണ്ടാവും, അവർക്ക് ചാനലൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ യൂട്യൂബ് വീഡിയോ മാത്രം നോക്കി കാണുന്ന ഒരു മൊബൈലായിരിക്കും. അതിലേക്ക് ആ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ഈ ഒരു മെസ്സേജ് ഉണ്ടല്ലോ സ്പോൺസർഷിപ്പായിട്ട് വന്നത്, അത് അതിലേക്ക് ഫോർവേഡ് ചെയ്യുക. എന്നിട്ട് അതിൽ ആ ഒരു ഫോൺ വഴി നിങ്ങൾക്ക് എന്താണ് ആ ഒരു മെയിലിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക. ഒരു കാരണവശാലും നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അടങ്ങിയ ചാനൽ ഇമെയിൽ ഐ ഡിയും ആഡ്സൻസ് ഇമെയിൽ ഐ ഡി അടങ്ങിയ മൊബൈൽ വഴി നിങ്ങൾ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആക്സസ് ചെയ്യരുത്. വളരെ പ്രധാനപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒന്നിലധികം മൊബൈലിൽ നിന്ന് നിങ്ങളുടെ ചാനലിൻ്റെ ഇമെയിൽ ഐ ഡി ആക്സസ് ചെയ്യാണ്ടിരിക്കുക. ഒരു മൊബൈലിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ആക്സസ് ചെയ്തുകൊണ്ടേ മുന്നോട്ട് പോകുക. ഒരു മൊബൈലിൽ അത് ആ ഒരു ചാനലിൻ്റെ ഇമെയിൽ ഐ ഡിയും ആഡ്സൻസിൻ്റെ ഇമെയിൽ ഐ ഡിയും ഒറ്റ മൊബൈലിലാണെങ്കിൽ ആ ഒരു മൊബൈലിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ആക്സസ് ചെയ്യാണ്ടിരിക്കുക. ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്, അതുപോലെ ഒരുപാട് ആപ്ലിക്കേഷനൊക്കെ വരുന്നുണ്ട്, പുതിയ ട്രെൻഡിങ് ആപ്ലിക്കേഷനൊക്കെ വരുന്നുണ്ട്. അതൊന്നും ഈ ഒരു ഇമെയിൽ ഐ ഡി വെച്ച് കൊടുക്കാതിരിക്കുക, നിങ്ങളുടെ ചാനൽ ഇമെയിൽ ഐ ഡി വെച്ച് കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ സൂം ആപ്ലിക്കേഷന് വേണ്ടി കുട്ടികൾക്ക് ക്ലാസ്സിനൊക്കെ വേണ്ടി ഒരുപാട് അമ്മമാർ ഇമെയിൽ ഐ ഡി ഈ ഒരു ചാനൽ ഇമെയിൽ ഐ ഡി കൊടുക്കാറുണ്ട്. അപ്പോൾ ചാനൽ ഇമെയിൽ ഐ ഡി ചാനലിന് മാത്രം, ആഡ്സൻസിന് മാത്രമായിട്ട് കണ്ടുവയ്ക്കുക. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള മറ്റുള്ള പ്ലാറ്റ്ഫോമിലേക്ക് വേണ്ടിയിട്ട് ചാനൽ ഇമെയിൽ ഐ ഡി ഷെയർ ചെയ്യരുത്. പിന്നെ മെയിനായിട്ട് ഞാൻ എല്ലാ അമ്മമാരോടും പറയും, അതുപോലെ തന്നെ എല്ലാ ചേട്ടന്മാരോടും എല്ലാ അനിയന്മാരോടും ഇതിലൂടെ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ചാനൽ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ആഡ്സൻസ് ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഒരു ഡയറിയിൽ കുറിച്ച് വയ്ക്കുക. ഡയറിയിൽ തന്നെ കുറിച്ച് വയ്ക്കണം. മൊബൈലിൽ നോട്ടൊക്കെ ഉണ്ടാവും, അതിലൊന്നും നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. ഒരു ഡയറിയിൽ തന്നെ പേഴ്സണലായിട്ട് നിങ്ങൾ കുറിച്ച് വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു കാരണവശാൽ നിങ്ങളുടെ ചാനലിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇമെയിൽ ഐ ഡി അറിയും, പാസ്വേഡ്
അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. എങ്ങനെ റിക്കവറി ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കുറിച്ച് വയ്ക്കുക. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ കുറിച്ച് വയ്ക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഹാക്കിങ്ങോ അതുപോലെ തന്നെ ചാനൽ ടെർമിനേഷനോ സംഭവിച്ചു കഴിഞ്ഞാൽ ട്വിറ്റ് ചെയ്യുന്നതാണ്. ട്വിറ്റർ വഴി ട്വിറ്റ് ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ യൂട്യൂബ് ടീം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ തരുന്നതായിരിക്കും. മറ്റുള്ള വേഗ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് മറ്റുള്ള ചാനൽ വഴിയൊക്കെ മെസ്സേജ് അയക്കി നിന്ന് കഴിഞ്ഞാൽ അവരൊന്നും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യില്ല. അപ്പോൾ ട്വിറ്റർ വഴി എന്താണെന്ന് വെച്ചാൽ അറ്റിട്ടിട്ട് യൂട്യൂബ് സപ്പോർട്ട് ടീം അതുപോലെ സപ്പോർട്ട് ടീം എന്നൊക്കെ നിങ്ങൾ അറ്റിട്ടിട്ട് ഒരുപാട് സെർച്ച് ചെയ്യുക. തീർച്ചയായിട്ടും അവർക്കൊക്കെ മെയിൽ അയക്കുക. അവർക്കൊക്കെ എന്താ നിങ്ങളുടെ പ്രോബ്ലം അത് നിങ്ങൾ മെസ്സേജ് അയക്കുക. ഇത്തരത്തിൽ നിങ്ങൾ ട്വിറ്റ് ചെയ്യുമ്പോൾ അവർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അതിലുള്ള മെയിൻ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ചാനൽ എബോട്ടിൽ ഒരു ഡേറ്റ് ഉണ്ടാവും, എപ്പോഴാണ് നിങ്ങളുടെ ചാനൽ തുടങ്ങിയെന്നുള്ളത്. ആ ഒരു ഡേറ്റ് അവർ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു എബോട്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ എപ്പോഴാണ് തുടങ്ങിയ ആ ഒരു ഡേറ്റ് ഉണ്ടല്ലോ അതെല്ലാം കുറിച്ച് വയ്ക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഡയറിയിൽ കുറിച്ച് വയ്ക്കുക. പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ ഒരു 4-5 ഫോൺ നമ്പർ അവർ തരും. ഇതിൽ ഏതാണ് നിങ്ങളുടെ ഫോൺ നമ്പർ എന്ന് അവർ ചോദിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ വളരെ വ്യക്തമായി അറിയണം. നമ്മൾ ചാനലിൽ വെരിഫിക്കേഷനൊക്കെ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടാവും. തമ്പനിയിലൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കാൻ വേണ്ടി നമ്മളൊരു വെരിഫിക്കേഷൻ ചെയ്യും, ഫോൺ നമ്പർ വെരിഫിക്കേഷൻ. ആ ഫോൺ നമ്പർ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ആഡ്സെൻസിൽ നമ്മളൊരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, ആ ഒരു നമ്പർ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇമെയിൽ ID നിങ്ങൾ മറ്റുള്ളവരായിട്ടുള്ള ആർക്കെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ഡിവൈസാണ് അത് ഓൺ ആയിരിക്കുന്നത്, ഏത് സ്ഥലത്തിലുള്ള ആൾക്കാണ് ഇമെയിൽ ID കൈമാറിയിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. ആർക്കെങ്കിലും ഷെയർ ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ചില വിശ്വസ്തരായിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആ ഒരു ഏത് സ്ഥലത്തെത്തിയാണ് ഏത് ഡിവൈസാണ് എന്നുള്ള ആ ഒരു ചോദ്യം അവർ ചോദിക്കും. അതിന് നമ്മൾ കറക്റ്റായി ആൻസർ കൊടുക്കേണ്ടി വരും. പിന്നെ ഹാക്ക് ആയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ചാനൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അത് ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചില ബ്രാൻഡ് അക്കൗണ്ട് ഉണ്ട്. ബ്രാൻഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നിലധികം പേരിനെയൊക്കെ അതിൽ കണക്ട് ചെയ്ത് വെക്കും. അപ്പോൾ അവർക്കും ചിലപ്പോൾ ആക്സസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ചിലപ്പോൾ സാധിച്ചില്ലെങ്കിൽ അവർക്ക് സാധിക്കും. അങ്ങനെ അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് വഴി പറയും എനിക്ക് സാധിക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കും. ബ്രാൻഡ് അക്കൗണ്ട് ചെയ്തതിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുമായി ആ ബ്രാൻഡ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ ഒക്കെ വരും ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ബ്രാൻഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞുതരാം. വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് ബ്രാൻഡ് അക്കൗണ്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചോദിക്കും. ഓക്കെ, അപ്പോൾ ബ്രാൻഡ് അക്കൗണ്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കും. പിന്നെ ജിമെയിൽ ഓപ്പൺ ആക്കാൻ സാധിക്കുന്നുണ്ടോ, അതായത് നമ്മുടെ ചാനൽ ഇമെയിൽ ID ഉണ്ടല്ലോ, ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഇമെയിൽ ID, ആ ഒരു ജിമെയിൽ ID നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് തന്നെ പറയാം. അത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അതുപോലെ തന്നെ ആഡ്സെൻസ് അക്കൗണ്ട് ഏത് ഇമെയിൽ IDയിലാണ് ക്രിയേറ്റ് ചെയ്ത് ചോദിക്കും. ചിലവർ ചാനൽ ഇമെയിൽ IDയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ചാനൽ ഇമെയിൽ IDയിൽ ക്രിയേറ്റ് ചെയ്യാം. അതല്ലാണ്ട് വേറെ ഇമെയിൽ IDയിലും ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ആഡ്സെൻസിന് ചാനൽ ഇമെയിൽ ID തന്നെ വേണം എന്നൊന്നുമില്ല, ഏത് ഇമെയിൽ ID വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ ചോദിക്കും. അതുപോലെ തന്നെ ആഡ്സെൻസിൻ്റെ പബ്ലിഷർ ID എന്താണെന്ന് ചോദിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറിച്ച് വെക്കണം. ഒരു ഡയറിയിൽ നിങ്ങളുടെ ചാനലിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ നിങ്ങൾ ഒരു ഡയറിയിൽ കുറിച്ച് വെക്കണം. ഒരുപാട് പേര് ഈ കാര്യം ചെയ്തിട്ടുണ്ടായില്ല എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. ഈ കാര്യം ഈ വീഡിയോയിലൂടെ പറയുമ്പോഴായിരിക്കും നിങ്ങൾ തന്നെ അറിയുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ചാനൽ എന്തെങ്കിലും ഒരു കാരണവശാൽ ടെർമിനേഷൻ ആയി പോവുകയോ ഹാക്ക് ചെയ്യപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോട് പറയാൻ കഴിയും? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എഴുതി വെച്ചിട്ടില്ലെങ്കിൽ അവർ ചോദിക്കുമ്പോൾ നിങ്ങൾ ടപ്പയെന്ന് കൊടുത്തില്ലെങ്കിൽ അവർ വിചാരിക്കും ഇതും ഹാക്കറിൻ്റെ വല്ല കൂട്ടാളി ആയിരിക്കും, ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും ഇതുമായി മാച്ച് ആകുന്നില്ല എന്നുള്ള രീതിക്ക് പിന്നെ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്ത് തരില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇപ്പോൾ എന്നൊരു ഫ്രണ്ട് എൻ്റെ നാട്ടുകാരൻ തന്നെയാണ് 6 മാസമായി ചാനൽ ടെർമിനേഷൻ ആയിട്ട്, അതായത് പ്രൈവസി പോളിസി വയലേഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് 6 മാസമായി അദ്ദേഹത്തിൻ്റെ ഗെയിമിംഗ് ചാനൽ ടെർമിനേഷൻ ആയിരുന്നു. ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് ആ ബ്രദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് എനിക്ക് ചാനൽ കിട്ടിയെന്ന്. അപ്പോൾ എങ്ങനെയാണ് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു ട്വിറ്റർ വഴി അവരോട് ചാറ്റ് ചെയ്തപ്പോൾ അവർ പെട്ടെന്ന് തന്നെ തരിക. ആദ്യം പറഞ്ഞത് വയലേഷനാണ്, തരില്ല എന്ന്. അപ്പോൾ എൻ്റെ ഏത് വീഡിയോയ്ക്കാണ് വയലേഷൻ അത് പറയൂ, ഞാൻ അങ്ങനെയുള്ള വീഡിയോ ചെയ്തില്ല എന്നുള്ള ആ ഒരു നമ്മൾ മെസ്സേജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അവരുടെ പിടിയെ വിടാൻ പറ്റില്ല. അവരുടെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ഓരോ
കാര്യങ്ങൾ കൊണ്ട് കുത്തി അവരോട് ചോദിക്കുമ്പോൾ ലാസ്റ്റ് അവർക്ക് മനസ്സിലാവും ഈ ചാനലിൽ ഒരു വയലേഷനൊന്നും ഇല്ല എന്നുള്ളത് അവർ ചെക്ക് ചെയ്യും. ചാനൽ ചെക്ക് ചെയ്തിട്ട് ഉടനടി ആ ഒരു ലിങ്ക് തരും. ചാനൽ റിക്കവർ ചെയ്തു എന്നുള്ള ഒരു ലിങ്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ കിട്ടുന്ന ഒരു ലിങ്കും ഈ ബ്രദറിന് കിട്ടി. അത് മുഖാന്തരം ആ ബ്രദർ എന്നോട് പറയുകയും ഇക്ക വീഡിയോ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം പറയണം, നമ്മുടെ ഫാമിലിയിലുള്ളവർക്കൊക്കെ ഉപകാരമാകും എന്നുള്ള രീതിക്ക് തന്നെയാണ് ആ ബ്രദർ പറഞ്ഞത്. അപ്പോൾ ഇതിലൂടെ ഞാൻ അതും കൂടി പറയണത്, ചാനൽ ആരുടെയൊക്കെ ടെർമിനേഷൻ ആയിട്ടുണ്ടോ നിങ്ങളൊന്ന് ട്വീറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ട്വീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കേണ്ടതാണ് കസ്റ്റം URL അല്ല URL. ചാനൽ URL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു URL ഉണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഞാൻ പറയുന്നതിൽ വിട്ടുപോയതാണ്. ചാനൽ URL, കസ്റ്റം URL അല്ല. ഇപ്പോൾ യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന് പറഞ്ഞിട്ട് പേരുള്ള അതല്ല. ഈ ഇംഗ്ലീഷ് അക്ഷരം കറപറ എന്നൊക്കെ എഴുതിയിട്ടുള്ള അക്ഷരങ്ങൾ ഉണ്ടാകും, ആ ഒരു അക്ഷരത്തിലുള്ള URL അതാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ചാനൽ ID ഉണ്ടാവും. ചാനൽ ID പറഞ്ഞിട്ട് URLന്റെ മുകളിൽ തന്നെ ചാനൽ ID എന്ന് പറഞ്ഞിട്ടുള്ള URL പോലെ തന്നെ ആയിരിക്കും അതും ഈ രണ്ട് കാര്യങ്ങൾ ഒരു ഡയറിയിലെങ്കിലും കുറിച്ച് വയ്ക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. ഒരു ഡയറിയിൽ ഈ രണ്ട് കാര്യങ്ങൾ കുറിച്ച് വയ്ക്കുക. അവർ ഇതുപോലെ ഹാക്കിംഗ് പരമായിട്ടോ എന്തെങ്കിലും നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റോ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ URLും കൊടുക്കാൻ പറ്റും, അതുപോലെ ചാനൽ ID കൊടുക്കാൻ പറ്റും. ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇത് ഇവരുടെ ചാനലാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചാനൽ ഉടമസ്ഥർ തന്നെയാണ് കൂടുതലും കോപ്പി ചെയ്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറിച്ചൊക്കെ വെക്കാറുള്ളൂ. പിന്നെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് ടപ്പേന്ന് കൊടുക്കാനും കഴിയും. കാരണം നമ്മുടെ ചാനലാകുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ അഡ്രസ്സ് എന്താണെന്നൊക്കെ ചോദിക്കും. ചിലപ്പോൾ നമ്മൾ ആഡ്സെൻസിൽ കൊടുത്തിട്ടുള്ള അഡ്രസ്സ് എന്താണ്, ആ ഒരു ഡീറ്റെയിൽ പറയൂ എന്ന് പറയുമ്പോൾ നമുക്ക് ടപ്പേന്ന് അഡ്രസ്സൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും. കാരണം നമ്മുടെ ചാനലാകുമ്പോൾ നമുക്ക് അതിനുള്ള അടിസ്ഥാന വിവരങ്ങൾ നമ്മൾക്ക് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും കുറിച്ച് വയ്ക്കുമ്പോൾ കൂടുതൽ ഇങ്ങനെയുള്ള പ്രോബ്ലമായിട്ട് അവരോട് ചാറ്റ് ചെയ്യാൻ പോകുമ്പോൾ ആ ഡയറിയിൽ കുറിച്ച് വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും ചോദ്യത്തിനനുസരിച്ച് ഉത്തരങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ചോദിക്കുന്നതിന് പെട്ടെന്ന് നമുക്ക് ആൻസർ പറയാൻ കഴിയും. അങ്ങനെ ആൻസർ പെട്ടെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇത് യഥാർത്ഥ ഉടമസ്ഥനാണെന്ന്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് റിക്കവർ ചെയ്ത് തരും. നിങ്ങളുടെ പാസ്വേഡ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറയും. അതുപോലെ തന്നെ ആർക്കൊക്കെ ഇപ്പോൾ യൂട്യൂബ് ചാനലുണ്ടോ എല്ലാവരും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യുക. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും മസ്റ്റായിട്ട് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ഹാക്കിംഗ് പരമായിട്ട് നിങ്ങളുടെ ചാനൽ ഇമെയിൽ ID അവർക്ക് അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആക്സസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ഇങ്ങനെ ഒരാൾ ആക്സസ് ചെയ്യാൻ നോക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് ഒന്ന് സ്ട്രോങ് ആക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പാസ്വേഡ് സ്ട്രോങ് ആക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇതുപോലെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്ത് വെക്കണം. അപ്പോൾ ചാനൽ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ യൂട്യൂബേഴ്സിനെ ഹാക്ക് ചെയ്യുന്ന രീതി ഇമെയിൽ ത്രൂ ആണ്. ഇതിലൂടെ ഒരുപാട് സ്പോൺസർഷിപ്പ് വരും. ഈ സ്പോൺസർഷിപ്പൊക്കെ നമ്മൾ നോക്കുന്നത് ചാനലിലുള്ള ഡിവൈസിലാണെങ്കിൽ നമ്മൾ അറിയാതെ അവർ തരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നമ്മുടെ എല്ലാ പെർമിഷനും എല്ലാം ആക്സസ് ചെയ്യാനുള്ള എല്ലാം നമ്മൾ കൊടുത്തു എന്നുള്ള രീതിക്ക് അവരെന്ത് ചെയ്യും, നമ്മുടെ ചാനലിനെ തട്ടിക്കൊണ്ടുപോകും, ഹാക്ക് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമെയിൽ ID വേറെ ഫോണിൽ ചാനലൊന്നും ഇല്ലാത്ത വേറെ ഫോണിലേക്ക് ഫോർവേഡ് ചെയ്ത് അതിലൂടെ നോക്കി എന്താ കാര്യം എന്ന് പഠിക്കുക. നല്ല സ്പോൺസർഷിപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും എടുത്ത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അതായത് ആഡ്സെൻസിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനേക്കാളും കൂടുതൽ ഇതുപോലെ സ്പോൺസർഷിപ്പിൽ നിന്ന് കിട്ടും എന്നാണ് എല്ലാവരും പറഞ്ഞേക്കുന്നത്. വലിയ യൂട്യൂബേഴ്സൊക്കെ പറഞ്ഞേക്കുന്നത്. ഞാൻ ഇതുവരെ സ്പോൺസർഷിപ്പിൻ്റെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഒരുപാട് മെയിൽ വന്ന് കിടക്കുന്നുണ്ട്. ഈ പേടി കൊണ്ട് ക്ലിക്ക് ചെയ്യാണ്ട് പോകുന്നതാണ്. ഒരുപാട് ലേസിൻ്റെ അമേരിക്കയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് ഇമെയിൽ ID ഒരുപാട് ഇമെയിൽ വരുന്നുണ്ട്. അതിലെല്ലാം ഓരോ ഫയൽ കാണും. ഓരോ ഫയൽ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു പേടിയാണ്. കാരണം നമ്മുടെ ഇത്രയും ഫാമിലി പോകുമോ എന്നുള്ള ഭയം കൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്യാത്തത്. നല്ല ഡോളർ പറയുന്നുണ്ട്, 20,000 രൂപ തരാം, 50,000 രൂപ തരാം, ഇത്രയൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. 50,000 രൂപേൻ്റെ ഒരു 6 എണ്ണം വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു 50,000 രൂപ നമ്മൾ മോഹിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചാനൽ പോയി കഴിഞ്ഞാൽ ആകെ 50,000 ഫാമിലി ആയതെല്ലാം നമ്മുടെ പോകും. അപ്പോൾ നമ്മൾ ക്യാഷിനെയും കാട്ടി വലിയൊരു പ്രാധാന്യം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇത്രയും കൂടുതലുള്ള സപ്പോർട്ടീവായിട്ടുള്ള ഫാമിലിക്ക് എന്നെ കൊണ്ട് അറിയുന്ന അറിവുകൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാരണവശാലും സ്പോൺസർഷിപ്പ് എടുക്കരുത് എന്നല്ല, ഇത്തരത്തിൽ വേറെ ഡിവൈസിലേക്ക് ഷെയർ ചെയ്തിട്ട് ഫോർവേഡ് ചെയ്തിട്ട് അതിലൂടെ നിങ്ങൾ നോക്കി കാണുക. ഓക്കെ, അത് പറയാൻ കാരണം നിങ്ങളുടെ ചാനലിന് യാതൊരു രീതിയിലും ബാധിക്കാണ്ടിരിക്കാനാണ്. ഈ കാര്യം മസ്റ്റായിട്ട് ചിന്തിച്ച് വയ്ക്കുക. എല്ലാവരും ഇത് മൈൻഡിൽ എപ്പോഴും കുറിച്ച് വയ്ക്കുക. എപ്പോഴും എൻ്റെ ചാനലിനെ നോട്ട് ചെയ്ത് വേറൊരാൾ നിൽക്കുന്നുണ്ട് എന്നുള്ള ഈ ഒരു കാര്യം മൈൻഡ് ചെയ്ത് വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ ഒരുപാട് പേര് തട്ടിയെടുക്കാൻ നോക്കുന്നുണ്ട്. നല്ലൊരു പ്രോഫിറ്റ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. ഒരുപാട് പ്രോഫിറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർഷങ്ങളോളം നമ്മൾ ഇതിൽ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്. വീഡിയോസ് എടുക്കാൻ വേണ്ടി ഉറക്കം ഒഴിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഈ ഒരു എഫേർട്ടെല്ലാം ഒരു നിമിഷം കൊണ്ടാണ് തട്ടിത്തെറിക്കുന്ന പോലെ പോകുക. അത് പോയി കഴിഞ്ഞാൽ ഒരുപാട് വലിയ യൂട്യൂബേഴ്സ് 5 ലക്ഷം 10 ലക്ഷം ഒക്കെ ആയ ഒരുപാട് യൂട്യൂബേഴ്സ് കരഞ്ഞിട്ടുണ്ട് ചാനലിൽ പോയി. കാരണം അവരുടെ നിത്യവൃത്തി അല്ലെങ്കിൽ ജീവിത
പോകുന്നതേ ഇത്തരത്തിൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് കൊണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് പേരുണ്ട്, ഈ യൂട്യൂബ് കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഒരു നിമിഷം കൊണ്ട് ഇത്തരത്തിൽ ചാനൽ പോയി എന്ന് വെച്ചാൽ, ടെർമിനേഷൻ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ഖേദിക്കേണ്ടി വരും. അത് ഇല്ലാണ്ടിരിക്കാനാണ് ട്വിറ്റർ വഴി നമുക്ക് അറ്റിട്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ്. ചാറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ടപ്പേന്ന് ആൻസർ കൊടുക്കുക. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ചാനൽ എല്ലാവർക്കും തിരിച്ച് കിട്ടുന്നതായിരിക്കും. ആരുടെയെങ്കിലും ചാനൽ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും ചാനൽ ടെർമിനേഷൻ ആയി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ കൊണ്ട് ഉപകാരമാകും എന്ന് കരുതുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെ നോട്ട് ചെയ്ത് വെക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഉപകാരമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ മസ്റ്റായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. കാരണം യൂട്യൂബേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരമാകും. കാരണം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കുറിച്ച് വയ്ക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ പ്രവർത്തിക്കുക. അപ്പോൾ ഈ വീഡിയോ ഉപകാരമായി എന്നുള്ള പ്രതീക്ഷയോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളുടെ ചാനലിലെല്ലാം സുരക്ഷിതമായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. എത്രയും പെട്ടെന്ന് നല്ല നല്ല ഗ്രോ ആയി ലക്ഷക്കണക്കിന് വ്യൂസും ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബ്സും എല്ലാം ആയി നല്ലൊരു ഫാമിലി ബിൽഡ് ആവട്ടെ എന്നുള്ള ആ ഒരു ആശംസയും കൂടി തന്നുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.